Hello, good morning all. Welcome back to my channel, Sija's Economic Classes. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. CW Cobb and Paul H. Douglas conducted a study in few factories in America and they formulated a production function known as the Cobb-Douglas production function. CW Cobbും പോൾ എച്ച് ഡഗ്ലസും അമേരിക്കയിലെ ചില ഫാക്ടറികൾ സന്ദർശിച്ചതിന് ശേഷം അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അതിന് വരുന്ന ഇക്വേഷൻ Q is equal to x1 raised to alpha x2 raised to beta എന്നതാണ്. ആൽഫയും ബീറ്റയും കോൺസ്റ്റൻസ് ആണ്. Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്, അതുപോലെ x1 എന്ന് പറയുന്നത് ഫാക്ടർ 1, x2 എന്ന് പറയുന്നത് ഫാക്ടർ 2 ആയിരിക്കും. ഈ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1, ദാറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് നോൺ ആസ് ദി CRS. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ദി ഗ്രേറ്റർ ദാൻ 1, ദാറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദി IRS. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ലെസ് ദാൻ 1, ദാറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് DRS. ഇതിൽ നമുക്കൊരു പ്രോബ്ലം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിൽ പ്രോബ്ലംസ് വരാറുണ്ട്. NIS-ലും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാനായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.